കാറിൽ വിൽപ്പനക്കായി എത്തിച്ച 3.33 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. മണ്ണാർക്കാട് പെരുമ്പടാരി നായാടിക്കുന്ന് കല്ലേക്കാടൻ വീട്ടിൽ അബ്ദുൾ സലീം, പനച്ചിക്കൽ വീട്ടിൽ അജ്മൽ എന്നിവരാണ് അറസ്റ്റിലായത്. മുക്കണ്ണം പാലത്തിന് സമീപം ലഹരിവിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ലഹരിമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. ഇരുവരും മണ്ണാർക്കാട് പ്രദേശത്തെ മുഖ്യ ലഹരി വിൽപ്പനക്കാരാണെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ വർഷം 44 ഗ്രാം MDMA-യുമായി ഇരുവരെയും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയിരുന്നു. ടൗണിൽ ഹോം ഡെക്കറേഷൻ സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ലഹരി വിൽപ്പന നടത്തിയിരുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം പ്രതികൾ മയക്കുമരുന്ന് വിൽപ്പന തുടരുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നാണ് ലഹരിമരുന്ന് എത്തിച്ചത്. കുറച്ചു ദിവസങ്ങളായി ഇരുവരും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ലഹരിമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും വിൽപ്പന ശൃംഖലയെക്കുറിച്ചും അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. മണ്ണാർക്കാട് മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വിൽപ്പനയും ഉപയോഗവും തടയുന്നതിന് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ കർശന നടപടികളും സ്വീകരിച്ചു വരികയാണ്. മണ്ണാർക്കാട് ഡിവൈഎസ്പി TS ഷിനോജ്, പാലക്കാട് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് സബ് ഇൻസ്പെക്ടർ EA സുരേഷ് അടങ്ങുന്ന പോലീസ് സംഘവും ജില്ലാ പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ H അർഷാദ് ഉൾപ്പെടെയുള്ള സ്ക്വാഡ് അംഗങ്ങളും ചേർന്നാണ് ലഹരിമരുന്നും പ്രതികളെയും പിടികൂടിയത്. CCN മണ്ണാർക്കാട്.